കുന്നംകുളത്തെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ എത്രയും വേഗം പൊളിച്ചുമാറ്റാതെ എതിർ പാർട്ടിക്ക് സമയം അനുവദിച്ചു നൽകി അഴിമതിക്ക് കുടപിടിക്കുന്ന നഗരസഭാ ചെയർപേഴ്സന്റെ ഏകാധിപത്യ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നടുത്തളത്തിലിറങ്ങി. ഭരണപക്ഷ കൗൺസിലർമാർ പോലും ഉടനെ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും മറുപടി പറയാനോ കൗൺസിലിൽ അജണ്ടകൾ വായിക്കാനോ തയ്യാറാകാതെ അജണ്ടകളെല്ലാം പാസാക്കിയതായി ഏകപക്ഷീയ തീരുമാനമെടുത്ത് കൗൺസിൽ പിരിച്ചുവിടുകയാണ് ചെയർമാൻ ചെയ്തത്. കെട്ടിടം പൊളിച്ചു മാറ്റാനായി MLA പോലും നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടും പൊളിച്ചു മാറ്റാൻ വേണ്ട നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നും പകരം എതിർകക്ഷികൾക്ക് നിയമസഹായം തേടാൻ ആവശ്യമായ സമയം അനുവദിച്ചു നൽകുക മാത്രമാണ് നഗരസഭ ചെയ്തതെന്നും കൗൺസിലിൽ ആരോപണമുയർന്നു. സ്റ്റാൻഡിംഗ് കൗൺസിൽ നഗരസഭയിൽ നിന്ന് പണം വാങ്ങി എതിർകക്ഷികളെ സഹായിക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണെന്നും കൗൺസിലിൽ ആരോപണം ഉയർന്നു. 2010 മുതൽ നിരന്തരം വരുന്ന ഈ അപകടം അത്രയും ഒരു കാറ്റടിച്ച് കണ്ടിട്ടുള്ള ഈ ഇതേപോലത്തെ 3 കെട്ടിടങ്ങൾ ഒരു തരത്തിലും നഗരസഭ തിരിഞ്ഞു നോക്കാതെ അതവിടെ നിർത്തിയിരിക്കുക. അപ്പൊ നോക്കിയപ്പോൾ അതിന്റെ പിന്നത്തെ കാലാണ് അതവർക്ക് സ്റ്റേ വാങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായി അനുമതി അടിച്ചിരിക്കുക. സ്റ്റേ വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടി അനുമതി അടിച്ചിരിക്കുക. എന്താ കാരണം? എന്തിനാ സ്റ്റേ വാങ്ങുന്നത്? ഈ പറഞ്ഞ ഈ വടക്കാഞ്ചി റോഡിലെത്തി തൃശ്ശൂർ റോഡിലെത്തി കെട്ടിടങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആധാറ് അല്ലെങ്കിൽ അതിന് അനുബന്ധിച്ച ഒരു രേഖകളുമില്ല. ഒരു രേഖകളില്ലാത്ത കെട്ടിടം പൊളിച്ചു മാറ്റി അവർക്ക് വേറെ കെട്ടിടത്തിന് ഇവിടെ അനുമതി കിട്ടില്ല. അനുമതി കിട്ടുമോ? ആധാരം വെക്കണ്ടേ? അടിയാധാരം വെക്കണ്ടേ? മറ്റുള്ള കൈവശം കുടിയുടെ സർട്ടിഫിക്കറ്റ് വെക്കണ്ടേ? എവിടെ കിട്ടുക? ഒരു സാധനം കിട്ടില്ല. ആ ഹൃദയത്തിന്റെ കണ്ണാട്ടിലെ ഭാഗത്ത് കിടക്കുന്ന ഇത്തരം ഭൂമികള് നമ്മൾ പൊളിച്ചു മാറ്റിയാൽ അവർക്ക് അത് വീടോടെ പണിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പൊളിച്ചു മാറ്റാതിരിക്കാൻ സ്റ്റേ കൊണ്ടുവരുന്നതിന് വേണ്ടി നഗരസഭ ചെയർപേഴ്സൺ അഴിമതി കാണിച്ചുകൊണ്ട് അവർക്ക് സാവകാശം കൊടുക്കുകയാണ്. ആ സാവകാശം കൊടുക്കുന്നില്ല എന്ന് ഈ ചെയറിൽ നിന്ന് പറയുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ഞാൻ അവിടെ വെല്ലുവിളിക്കണം. ധൈര്യമുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ ഒരു അപകടം പറ്റുന്നതിന് മുമ്പ്, ജനങ്ങൾ ആപത്തൊന്നും മരിക്കുന്നതിന് മുമ്പ് ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ തയ്യാറാണ്. അഴിമതിയാണ്. കുന്നംകുളം എന്താ കൊണ്ട 2 കുട്ടികൾക്ക് കൊടുക്കും, പിന്നെ എന്റെ കുഞ്ഞാങ്ങളൊക്കെ ഓർമ്മ കൊടുക്കും. എല്ലാം കൂടി 10-15,000 രൂപ പോക്ക. ബ്രോ, അതെ നമ്മളിവിടെ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? ഞാൻ കുറച്ച് പൈസ കരുതിയിട്ടുള്ളതാണ്. അയ്യോ, നിങ്ങൾ നമ്മുടെ ഷോറൂമിലല്ലേ വന്നിരിക്കണേ, ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ ബില്ല് വരട്ടെ. നിങ്ങൾ വിചാരിച്ചാലും കുറച്ച് പൈസ ഇവിടെ ആവുള്ളൂ. ഇവിടെ ഓണം ഓഫർ കൊണ്ടല്ലേ? ഓണം ഓഫറിന്റെ അല്ല, ഇവിടെ അങ്ങനെ ഓണം ഓഫറോ സീസൺ ഡിസ്കൗണ്ടോ ആടിമാസ കിഴിവൊന്നുമില്ല. നമ്മൾ എപ്പോഴും എന്നും ഒരേ വിലയിലാണ് ഇടുന്നത്. അത് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമ്മൾ കൊടുക്കണം. നമ്മുടെ കട തന്നെ സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയ. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ 2 കാഞ്ചിപുരം തരി, അതുകൂടി എടുത്തോ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.